Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? മറന്നൊക്കെ പോയോ? കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ? എവിടം വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ എവിടം വരെയാ എടുത്തു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ആരും ഓർക്കണില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എവിടം വരെയാ എടുത്തു നിർത്തിയെന്ന്? ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയില്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് തുടങ്ങിയില്ലേ? തുടങ്ങി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ആണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. അതിക്ക് മുമ്പൊക്കെ ഉള്ളതൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഒന്നിച്ച് വായിക്കാനായിട്ട് വെക്കണ്ട. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കണ്ടായിരുന്നു എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. മറന്നുപോയോ? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായിട്ട് ബാർഗെയിൻ ചെയ്ത് അല്ലെ, വില വീശി നമ്മള് മേടിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. എംപ്ലോയീസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് എന്താണ് ചിലപ്പോൾ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും മാനേജ്മെന്റിനെ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്താണ് ആ യൂണിയന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്താണ് എംപ്ലോയറിന് ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്ന ഒരു രീതിയാണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? അല്ലേ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സിലേക്കാണ് കിടന്നത്. എന്താണ് ഒബ്ജക്റ്റീവ്സിലെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്, ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് അല്ലെ. ഇതൊരു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ യൂണിയനും മാനേജ്മെന്റ് ഒക്കെ ഒന്നിച്ചൊരു ഇടപെടലുണ്ട് അല്ലെ. അവിടെ ഒരു നെഗോഷിയേഷൻ വരുന്നുണ്ട്, ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കെല്ലാം വർക്കേഴ്സിനൊക്കെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. വർക്കേഴ്സിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അല്ലെ, എംപ്ലോയറും എംപ്ലോയീസ് ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അതല്ലേ പ്രധാനമായിട്ടും ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? ഒന്നിച്ചു നിൽക്കുമ്പോൾ ഗോൾസ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കുക, ഒരു അവസരം ഒരുക്കി കൊടുക്കുക. In the absence of collective bargaining, the workers were unable to participate in the program and express their views in front of the management. അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻ കേസ് അങ്ങനെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഒരു കാര്യങ്ങളൊന്നും അല്ലെ അതിലേക്ക് ഫ്രണ്ടിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവില്ല. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ഉണ്ട് അല്ലെ, അങ്ങനെ ഒരു ചർച്ചയുണ്ടെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. പ്രൊവൈഡ് ദം an opportunity where they can give valuable suggestions about the work and contribute towards programs. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ വർക്കേഴ്സ് ആണ്, തൊഴിലാളികളാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നത് അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്കുള്ള സജഷൻസ് നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ പങ്കുവെക്കും. തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള തൊഴിലാളികളുടെ നിർദ്ദേശങ്ങൾ അത് വാല്യുബിൾ ആയിട്ട് തന്നെ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ എന്താ നല്ലതാണ് സജഷൻസ് സ്വീകരിച്ചിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കില്ലേ? സാധിക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിക്കില്ലേ? ഒരു തീരുമാനം എടുക്കുന്നതിന് നല്ല നല്ല നിർദ്ദേശങ്ങൾ എപ്പോഴും ഹെൽപ്ഫുൾ ആണ് അല്ലെ. തീർച്ചയായിട്ടും അവിടെയുള്ള തൊഴിലാളികളുടെ നിർദ്ദേശങ്ങളാവുമ്പോൾ എന്താണ് പ്രത്യേകത? അവരാണ് പ്രാക്ടിക്കലി അത് ചെയ്തു പോകുന്ന വ്യക്തികൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ലഭ്യമാക്കാനായിട്ട് സാധിക്കുന്നു. The workers' suggestions may prove to be very useful for the organization as they are well aware of the real picture of the working conditions. നേരത്തെ പറഞ്ഞ മാതിരി റിയൽ കണ്ടീഷൻസ് അല്ലെ,
ഒരു പ്രവർത്തനത്തിന്റെ ഒരു യഥാർത്ഥ കണ്ടീഷൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ പറയില്ലേ എന്താണ് അനുഭവത്തിലൂടെ പഠിച്ചോളും. എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത കുട്ടികള് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് അതൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ പഠിച്ചോളും അല്ലെ. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ്? അനുഭവസ്ഥർക്കാണ് കൃത്യമായിട്ടുള്ള ആ ഒരു എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള സജഷൻസ് അല്ലെ നിർദ്ദേശങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് യൂസ്ഫുൾ ആക്കാനായിട്ട് ഓർഗനൈസേഷന് സാധ്യമാകും എന്നുള്ളതാണ്. They also have good knowledge about their work and the real picture of the working conditions. അവരുടെ അറിവ് മറ്റുള്ളവർ ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ വലിയ കമ്മിറ്റി മെമ്പേഴ്സ് ഒക്കെ വന്നുകൊണ്ടൊക്കെ ആയിരിക്കും കുറെ ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ബോർഡ് മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് വലിയ ഡിസിഷൻ ഒക്കെ എടുക്കും. പക്ഷെ ആ ഡിസിഷൻസ് ഒന്നും പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ പാടെ തകർന്നു പോകും. കാരണം എന്തുകൊണ്ടാണ്? പ്രാക്ടിക്കലി ചെയ്യുന്നവരുടെ അനുഭവമാണ് കൃത്യമായിട്ട് യൂസ്ഫുൾ ആവുന്നത്. അതല്ലാതെ മറ്റു തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രാക്ടിക്കലി അത് ഡെവലപ്പ് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ അറിവ് എന്ന് പറയുന്നത്, അതായത് വർക്കേഴ്സിന്റെ അറിവ് എന്ന് പറയുന്നത് വിലപ്പെട്ട അറിവാണെന്ന് പറയുന്നത്. They also have a good knowledge about their work and the manner it is to be done. Okay, അതായത് നമുക്ക് അറിയാം നല്ല നോളജ് എന്ന് പറയുമ്പോൾ നല്ല അറിവ് പങ്കുവെക്കുന്നത്. ഇൻ കേസ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴാണ്, ഒരു മന്ത്ലി മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് മന്ത്ലി ഉള്ള അറിവുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള അവസരം കിട്ടും ഇല്ലേ? അങ്ങനെ ഒരു അവസരം കിട്ടില്ലേ? വർക്കേഴ്സിനെയും കൂടി മുൻകൂട്ടി ചെയ്തിട്ടുള്ള ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ മന്ത്ലി അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള ഒരു അവസരം കിട്ടും അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അല്ലെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ മാനേജ്മെന്റ് തലത്തിലൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മന്ത്ലി ഇങ്ങനെയുള്ള നെഗോഷിയേഷൻ ചർച്ചകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ മാത്രമേ ബോർഡ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന അതോടൊപ്പം തന്നെ അല്ലെ ഈ ഒരു വർക്കേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവരുടെ അനുഭവങ്ങളൊക്കെ ഡെയിലി അവർക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാനും അവർക്ക് കൃത്യമായിട്ട് ആ മന്ത്ലി മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പകർന്നു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഹെൽപ്സ് ഓർഗനൈസേഷൻ ഇൻ ടേക്കിംഗ് റൈറ്റ് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ തന്നെ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ, നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു സജഷൻ തരുന്നത് ആരായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നല്ലൊരു സജഷൻ ആരിൽ നിന്നാ കിട്ടുക? എംപ്ലോയീസിൽ നിന്ന് അല്ലെ. എംപ്ലോയീസിൽ നിന്നാണ് നല്ലൊരു സജഷൻസ് ഒക്കെ ലഭ്യമാകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വർക്കേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള സജഷൻസ് ഒക്കെ ലഭ്യമാകാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓക്കെ അല്ലേ? ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ടു വർക്കേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ്. സെക്കൻഡ് വൺ നോക്കാം, ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കേഴ്സ് റിലേഷൻഷിപ്പ്. എന്താണ് റിലേഷൻഷിപ്പിന് ഇത്രയും പ്രാധാന്യം എന്ന് പറയുന്നത്? അതായത് ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് അല്ലെ. നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തൊരുമിച്ച് പോകാനായിട്ട് സാധിക്കും അല്ലെ. ഒരാളുടെ അഭിപ്രായത്തിനോട് മറ്റൊരാളെ യോജിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നല്ലൊരു ബന്ധമില്ല എങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇൻ കേസ് വീടുകളിൽ പോലും അല്ലെ നമ്മൾ പറയല്ലേ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള നിൽക്കണം എന്ന് വെച്ചാൽ എന്താ അവിടെ എല്ലാവരുടെ അഭിപ്രായത്തിനോട് കൂട്ടി യോജിക്കാനായിട്ട് പകരം അല്ലെ ഒരുമിച്ച് നിൽക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നവര്. അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അത് പറഞ്ഞു തീർക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഒരു നല്ല ബന്ധം അല്ലെ അത് തീർച്ചയായിട്ടും എന്താണ് ഈ നെഗോഷിയേഷൻ ഒക്കെ വിളിച്ചു കൂട്ടുമ്പോഴാണ് നല്ലൊരു ബന്ധം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. മാനേജ്മെന്റ് വർക്ക് റിലേഷൻഷിപ്പ് ഈസ് സ്ട്രെങ്തൻഡ് ബൈ കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ അതായത് വിലപേശി മേടിക്കുന്ന അതായത് ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു ബന്ധത്തിന് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്? മാനേജ്മെന്റും പിന്നെ ആരൊക്കെ തമ്മിലാണ്? വർക്കർ റിലേഷൻഷിപ്പ് അല്ലെ. അവിടെ വർക്കറും മാനേജ്മെന്റ് ഒക്കെ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ ശക്തി പ്രാപിക്കാനായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് സാധിക്കുന്നു.
Then barriers of communication can be eliminated by face-to-face interactions between management and workers. In case management വർക്കറും തമ്മിലൊക്കെ ഫേസ് ടു ഫേസ് അല്ലേ നമ്മളൊരു ചർച്ചയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ എന്താണ് എല്ലാവരും ഇൻ കേസ് ഇപ്പോ അകലങ്ങളിൽ കൂടിയാണ് എങ്കിൽ ഇപ്പോ എന്താണ് വാട്സപ്പിലൂടെയും അല്ലെ എല്ലാ ഇലക്ട്രോണിക്കിന്റെ സഹായത്തോടു കൂടി തന്നെ ചർച്ചകളൊക്കെ നടക്കും. അപ്പോഴും എന്താണ് ഫേസ് ടു ഫേസ് അല്ലെ വീഡിയോ കോളിലൊക്കെ കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ എന്താണ് ഫേസ് ടു ഫേസിലാണ് എല്ലാവരും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഫേസ് ടു ഫേസിലെ സംഭാഷണങ്ങൾ നടത്തുമ്പോൾ എന്താ പ്രത്യേകത? അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് അവര് കൃത്യമായിട്ട് തന്നെ വികാരപൂർവ്വം തന്നെ പ്രകടിപ്പിക്കും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. ബാരിയേഴ്സ് അപ്പൊ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ നമുക്കറിയാം ഒരു കമ്പനിക്ക് ആവുമ്പോൾ ചിലപ്പോ വളരെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ എന്താണ് നേരത്തിന് വരാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ ടൈം ടു ടൈമില് സാധനങ്ങൾ എത്തിപ്പെടാത്തത് കൊണ്ട് അവരുടെ വർക്കുകൾക്കൊക്കെ തടസ്സങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടാത്തതായിരിക്കും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കാം, ചിലപ്പോൾ എന്താണ് പവർ സപ്ലൈ കുറയുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ എന്ത് പ്രശ്നമാണെങ്കിലും അവർക്ക് നേരിട്ട് സംഭാഷണത്തിലൂടെ പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള തടസ്സങ്ങൾ നീക്കിക്കളയാൻ സാധിക്കും അല്ലെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അവർ പറയും അല്ലെ ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അത് മതിയായ കൂലികൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ സൗകര്യം വേണം അല്ലെ. പലതരത്തിലുള്ള ഇവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെ. അത് തീർച്ചയായിട്ടും വർക്കേഴ്സ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഫേസ് ടു ഫേസിലാവുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ തടസ്സങ്ങൾ നീക്കിക്കളയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, then next നോക്കാം. There is a better understanding of each other's views and recommendations leading to greater cooperation. ഓക്കെ, എപ്പോഴും നമ്മൾക്ക് അറിയാലേ നല്ലൊരു ഇതുകൾ ഉണ്ടെങ്കിൽ അല്ലെ എപ്പോഴും എന്താണ് ഒന്നിച്ചു നിന്ന് സഹവർത്തിത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴെന്താണ് പലർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ചിലർക്ക് സംശയങ്ങളായിരിക്കും അല്ലെ. അപ്പൊ തന്നെ ദൂരീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രോബ്ലംസ് മാറും. ഇൻ കേസ് കുട്ടികൾ തമ്മിൽ നമുക്കറിയാം അവര് തമ്മിൽ വാശി പിടിക്കുമ്പോഴെന്താണ് ആ പ്രശ്നം ഇതുകൊണ്ടാണ് അല്ലെ. കൊച്ചുങ്ങൾ എപ്പോഴും വാശി പിടിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവരെ പക്ഷെ പറഞ്ഞ് നമ്മളെ ഫേസ് ടു ഫേസിൽ ഇങ്ങനെയാണ് അനുഭവം സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴെന്താ അവര് അത് പെട്ടെന്ന് തന്നെ കുറച്ച് ഗ്രഹിക്കും. അതേസമയം നമ്മളിപ്പോ ഫോണിലൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കമാൻഡാരോ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവരതനുസരിക്കുമോ? അനുസരിക്കുമോ? പിന്നെ നമ്മള് നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ട് ഇന്ററാക്ഷനോട് കൂടി അല്ലെ നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു സംഭാഷണവും ഒരു ഫോണിൽ വിളിച്ച് ഒരു എന്താണ് ഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷനോട് കൂടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനായിട്ട് ഇത്തരത്തിലുള്ള ബാർഗെയിനിങ് അല്ലെ നമ്മളിപ്പോ നെഗോഷിയേഷൻ ഒക്കെ പറയുമ്പോൾ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഫേസ് ടു ഫേസിൽ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് പ്രത്യേകതയാണ് അല്ലെ. There is a less doubt and suspicion on each others are the workers to know the position of the management and vice versa. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതും ദൂരീകരിക്കാൻ പറ്റും അല്ലെ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരുടെ ഇപ്പൊ ചിലപ്പോ ആണെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് പറയാം ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നൽകിയിട്ട് എന്തുകൊണ്ട് അത് ഫേവറബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കേസ് സമയത്തിന്റെ ഷെഡ്യൂളിൽ ഞങ്ങൾ കുറച്ചും കൂടി എംപ്ലോയീസിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തൃപ്തിയാവാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ അവരുടെ ഭാഗത്തും കുറെ സംശയങ്ങൾ ഉണ്ടാവും. ചർച്ച എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, ഒരു ഭാഗത്തുനിന്ന് മാത്രമായിരിക്കും കേൾക്കുന്നത്, ഇരുകൂട്ടരും സംഭാഷണങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവോ? എംപ്ലോയർ വെറുതെ അവർ പറയുന്നത് മാത്രം കേട്ടിരിക്കുകയാണോ ചെയ്യുക? ആണോ? അല്ല അല്ലെ. അവരുടേതായ ഭാഗം ന്യായീകരിക്കും. തീർച്ചയായിട്ടും അവർക്കറിയാം ഫണ്ട് മുടക്കിയിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവരും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവരെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്, അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ ഫിനാൻഷ്യലി അവർ മുടക്കിയിരിക്കുന്നതിന് അനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവർക്ക് കിട്ടുകയും വേണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവര് തിരിച്ചും എന്താണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്താണ് യാതൊരു തരത്തിലും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. both will know the basis reason for their difference in opinions.
ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ പ്രത്യേകത? അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കും, ആശയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. ഇരുകൂട്ടരുടെയും സംശയങ്ങള് നേരിട്ട് ഫേസ് ടു ഫേസിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കുകയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ലെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്തതിനു ശേഷം എന്താണ് അല്ലെ ഈ ഓർഗനൈസേഷന്റെ കാര്യം നേടിയെടുക്കാനായിട്ട് എന്താണ് സാധിക്കുക. ചിലപ്പോ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് കളക്ട് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് റോ മെറ്റീരിയൽസ് എത്താത്തതുകൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സമയക്രമത്തിലും ചിലപ്പോൾ തൊഴിലാളികള് കൃത്യസമയത്തൊക്കെ അവിടെ എത്തുന്നുണ്ടാകുമായിരിക്കും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ വരാത്തതായിരിക്കാം ഇവർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു മാറ്റർ ചിലപ്പോൾ അവര് കൃത്യമായിട്ട് ഇൻഫോം ചെയ്തു അല്ലെ. ചിലപ്പോൾ ഒരു പക്ഷെ അവരുടെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് സാലറി കിട്ടുന്നത്, പക്ഷെ ഔട്ട്പുട്ടിനനുസരിച്ചിട്ടുള്ള സാലറിക്ക് അനുസരിച്ചിട്ടുമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒന്നും അവിടെ എത്തിപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ കൃത്യമായിട്ട് അവർ ഇൻഫോം ചെയ്യും, ഇന്ന സമയത്ത് ഞങ്ങൾ പ്രസന്റ്ലി ആണ്, പക്ഷെ എന്താണ് മതിയായ റോ മെറ്റീരിയൽസ് എത്താത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഗുഡ്സുകൾ എന്താണ് നിർമ്മിക്കാനായിട്ട് സാധിക്കാത്തത്. അപ്പൊ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ. ഒരു കമ്പനി ആകുമ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരു ഫേം ആകുമ്പോൾ ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ കൂടി അതിനനുസരിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവാം. ആ പ്രോബ്ലംസുകളെല്ലാം തന്നെ ചർച്ചയിലൂടെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താനും അങ്ങനെ എംപ്ലോയീസിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിലൂടെയൊക്കെ നേടിയെടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടി സാധിക്കും എന്നുള്ളതാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. To resolve industrial disputes. എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്? ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ അതായത് വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കണം അല്ലെ. തർക്കങ്ങൾ ഉണ്ടാവാം എന്നുള്ള കാര്യം ഫസ്റ്റ് ആണ് നമുക്കറിയാം. സാറ്റിസ്ഫൈഡ് ആക്ഷൻ ആവണമെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തു അല്ലെ. എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അവർ പഠിക്കുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ ആക്കി കിട്ടേ വേണം അല്ലെ. അപ്പൊ അവര് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്താണ്? എംപ്ലോയർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകാത്തതാവാം, അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാവാത്തതാവാം അവിടെ തർക്കങ്ങൾക്കുള്ള പ്രധാന കാരണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. This process involves the joint effort of both workers and management to solve differences. Hence, it can be an effective method to resolve industrial disputes. Okay, വ്യാപാര തർക്കങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്നതിനെ കുറിച്ച് നമ്മളിപ്പോ പഠിക്കുന്നത് ഒരു എഫക്റ്റീവ് മെത്തേഡ് ഓഫ് റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് വഴിയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അല്ലെ നമ്മള് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡോട് കൂടിയിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ ഇൻഡസ്ട്രിയിലെ വ്യവസായ തർക്കങ്ങളായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റുന്നതെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അത് നല്ല ഒരു എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്? അതായത് അവർ തമ്മിൽ അല്ലെ പരസ്പരം ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ദ ജോയിന്റ് എഫേർട്ട് ഓഫ് ബോത്ത് വർക്കർ ആൻഡ് മാനേജ്മെന്റ് ടു സോൾവ് ഡിഫറൻസസ്. അതായത് അവര് ഇരുകൂട്ടരും കൂടി നിന്നാണ് ബാർഗെയിൻ ചെയ്യുന്നത്. അവിടെ എന്താണ് എംപ്ലോയീസ് വെറുതെ ജസ്റ്റ് എന്താണ് അവിടെ എംപ്ലോയറിനെ വെറുതെ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ള ഒരു കുറച്ച് അപേക്ഷ കൊടുക്കുക മാത്രമല്ല വരുന്നത്. ചർച്ചകൾ എന്ന് പറയുമ്പോൾ ഇരുകൂട്ടരും തമ്മിൽ പരസ്പരം യോജിച്ച് നിന്നുകൊണ്ട് തന്നെ അല്ലെ പരസ്പരം ബാർഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതൊരു എഫക്റ്റീവ് മെത്തേഡ് ആണെന്ന് പറയുന്നത്. കാരണം ഇരുകൂട്ടരും സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ പ്രോബ്ലംസുകളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ടു റിസോൾവ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. Then both the parties get to know each other clearly because of a collective bargaining. Okay, നമുക്കറിയാം ഇങ്ങനെ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇരുകൂട്ടരെയും അറിയാം. കാരണം തൊഴിലുടമ അല്ലെ തൊഴിലാളികൾ അവിടെയുള്ള കമ്പനികളുടെ തന്നെ തൊഴിലാളികളാണ് നേരിട്ട് തന്നെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ ഓരോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഓരോ പേഴ്സണും ഇങ്ങനെ പറയാനുള്ള ഒരു ചോയ്സ് അത് അവര് നല്ല സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനുള്ള
ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നുള്ളത് എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ തന്നിരിക്കുന്ന സാഹചര്യം അനുസരിച്ചിട്ട് തന്നെ എംപ്ലോയി മാക്സിമം വർക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയും എംപ്ലോയിക്ക് ഉണ്ട് അല്ലെ. അപ്പൊ അവർ തമ്മിൽ തന്നെ പരസ്പരം അറിയുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ ബാർഗെയിൻ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ട് കൂലി തന്നാൽ മതി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയർ അത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. കാരണം ഇവര് പണിയെടുക്കാതെയല്ല ബാർഗെയിൻ ചെയ്യുന്നത് അല്ലെ. അവര് പരസ്പരം അറിയുന്ന പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതും മസ്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. Then both the parties get to know each other clearly because of collective bargaining. അപ്പൊ കളക്റ്റീവ് ബാർഗെയിൻ ചെയ്യുമ്പോൾ ഇവരെ പരസ്പരം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടായിരിക്കും പറയാം അല്ലെ, ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു, ഇത്രയും ഡ്യൂട്ടി നമ്മൾ ചെയ്തു, അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് റിട്ടേൺ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത്രയും അവിടെ എന്താണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇത്രയും ചൂടായിരുന്നു, നമുക്ക് ഇത്രയും ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ട വന്നിരുന്നു അല്ലെ, അത് ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. അപ്പൊ നമ്മൾ ബോധിപ്പിക്കുമ്പോൾ അവർ പരസ്പരം അതിലൂടെ ആ നെഗോഷിയേഷനിൽ ആ ചർച്ചയിലൂടെ തന്നെ അവരെ പരസ്പരം അറിയുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. Each and every problem is discussed in detail and solutions are reached accordingly. Okay, നമ്മളിപ്പോ മന്ത്ലി ബാർഗെയിനിങ് ഒക്കെ നടത്തണമെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഓരോ സമയത്തും എന്താണ് കൃത്യമായിട്ട് അപ്പൊ ഇൻഫോർമേഷൻസ് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. വർഷത്തിൽ ഒരിക്കലും ഒരു ചർച്ച സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് മിക്കവാറും ചർച്ച അലസി പോവാനായിട്ടാണ് സാധ്യത. ആണോ? ആയിരിക്കുമോ? കാരണം വർഷത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒരു ബാർഗെയിനിങ് നടത്തുക എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റിയെന്നും വരില്ല. തൊഴിലുടമയ്ക്ക് അവരുടെ കാര്യങ്ങളിൽ എന്താണ് ഏർപ്പെടാനായിട്ടും അല്ലെ അവരുടെ സൊല്യൂഷൻ കണ്ടെത്താനും സാധിച്ചു വരില്ല. അതേസമയം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് സംഘടിപ്പിക്കുമ്പോൾ എന്താണ് പ്രത്യേകത? തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും അല്ലെ മാനേജ്മെന്റ് അവിടുത്തെ മാനേജ്മെന്റിനും തൊഴിലാളികൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവരെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ വ്യക്തികളെ തന്നെ മനസ്സിലാക്കുമ്പോൾ ഓക്കെ അവരിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ന ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്ത വ്യക്തികളാണ് അല്ലെ, അവര് പറയുന്ന സജഷൻസ് ഒക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ലെ, പ്രോബ്ലംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് സൊല്യൂഷൻസ് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്. To give benefits to employees. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് അത്. അതിൽ എന്താണ് പ്രധാനമായിട്ടും പറയണേന്ന് നോക്കാം. To give benefits to employees അല്ലെ. An important objectives of a collective bargaining is to discuss various fringe benefits with which employees are concerned. Some of അതായത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ എപ്പോഴും ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, പ്രശ്നങ്ങളെ പരിഹരിക്കണം അല്ലെ, പരസ്പരം നല്ല ബന്ധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ നേടിയെടുക്കുക അല്ലെ, അത് പരിഗണിക്കുക, അത് പരിഗണനയിൽ പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ വരുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള കൂലി കിട്ടുന്നില്ല, നല്ല അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസുകൾ തരണം, എന്തെങ്കിലും കോംപ്ലിമെന്റുകൾ തരണം അല്ലെ, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളായിരിക്കും, പ്രധാനമായിട്ടും ആവശ്യങ്ങളായിരിക്കും. ഈ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ സജഷൻസ് ആണ് അല്ലെ, നിർദ്ദേശങ്ങളാണ്. മീൻസ് ഇപ്പൊ ചിലപ്പോ ആണെങ്കിൽ ഒരു എന്താണ് ഇപ്പോ ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെ, ഒരു കണ്ടീഷനൊക്കെ ലഭ്യമാക്കണമെന്നുള്ളത് അവരുടേതായിട്ടുള്ള ഒരു നിർദ്ദേശവുമാണ്. അതുപോലൊപ്പം തന്നെ എന്താണ് അവർക്കൊരു ബെനിഫിറ്റ്സ് അല്ലെ, ഒരു ഫ്രഞ്ച് ബെനിഫിറ്റ്സ്, ഒരു ആനുകൂല്യവുമാണ്. അപ്പൊ അത് ബാർഗെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അവരവരുടെ ആ പ്രശ്നം എന്താണ് എംപ്ലോയറുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയും അതുമൂലം അവരുടെ പ്രശ്നത്തിന് സോൾവ് അല്ലെ, ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് തന്നെയായിരിക്കും അതിന്റെ ഗുണങ്ങൾ അല്ലെ. എംപ്ലോയീസിന് വേണ്ടിയിട്ടല്ലേ ഈ ബാർഗെയിനിങ് കൂടുതലായിട്ട് വരുന്നത്, ആണോ? ആയിരിക്കോ? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർക്ക് കൊടുക്കുന്നതാണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർക്ക് കൊടുക്കുന്നതാണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്.
പലതരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സിനെ ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അത് ആർക്ക് കൊടുക്കുന്നതാണ്? എംപ്ലോയേഴ്സ് ടു എംപ്ലോയീസിന് അല്ലെ. ഓക്കെ, എംപ്ലോയർ കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് അല്ലെ. അപ്പൊ ഈ കളക്റ്റീവ് ബാർഗെയിനിൽ കൂടെ ഈ പറഞ്ഞ മാതിരി എയർ കണ്ടീഷൻ സൗകര്യം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കൂലിക്ക് ഒരു അഡീഷണൽ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അലവൻസുകൾ കൂട്ടിത്തരണം, അല്ലെങ്കിൽ എന്താണ് സാലറി കൂട്ടിത്തരണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഷിഫ്റ്റ് ടൈമിൽ ഒരു ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ലീവ് വേണം എന്നൊക്കെ ഉള്ളത് എന്താണ് അവരുടേതായിട്ടുള്ള കുറെ സജഷൻസിനോടൊപ്പം തന്നെ കുറച്ച് ആനുകൂല്യങ്ങൾ കൂടി നേടിയിരിക്കണം അല്ലെ. അവർക്ക് ഒരു ടൂർ പിക്നിക്കിന് പോകണം, എന്തെങ്കിലും പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇവര് സജഷൻസ് പറയും. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തോടു കൂടി തന്നെയായിരിക്കും അവര് ചർച്ചകളിൽ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അവർ എന്താണ് എംപ്ലോയീസ് അവരുടേതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സ് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ഓഫ് ഇവിടെ സെന്റൻസിൽ എടുത്ത് പറയുന്നത് എന്താണ് എംപ്ലോയീസ് ആർ കൺസേൺഡ്. എംപ്ലോയീസിനെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കളക്റ്റീവ് ബാർഗൈനിൽ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ അവർക്ക് ലഭ്യമാക്കുന്നത്. സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടൈം ഓഫ് ഫോർ vacation and illness, retirement funds, basic health care and expanded health care and expanded health care with pets. Okay, നമ്മൾ ഇതെല്ലാം കണ്ടുപോയതാണ്. എന്താണ് പലതരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലെ. വെക്കേഷൻ കാര്യങ്ങളിലൊക്കെ നമ്മൾ റൂമുകളൊക്കെ വേണമെന്ന് പറഞ്ഞൊക്കെ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് അല്ലെ. നമ്മളെ ഹിൽ പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ തങ്ങാനായിട്ടുള്ള ഒരു സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞു, ട്രാവലിംഗ് അലവൻസ് വേണം എന്നൊക്കെ പറഞ്ഞു, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സുകൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗങ്ങളായിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ ലഭ്യമാകണം എന്ന് പറഞ്ഞു അല്ലെ. ഇൻഷുറൻസ് പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് എംപ്ലോയീസിന്റെ കുടുംബങ്ങൾക്കൊക്കെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ ഒരു തരത്തിലുള്ള ബാർഗെയിൻ ചെയ്തിട്ട് തന്നെയാണ് അവർ നേടിയിരിക്കുന്നത്. അതോടൊപ്പം എന്താണ് റിട്ടയർമെന്റ് ഫണ്ട്സ്, അതായത് ഭാവിയിൽ അല്ലെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിട്ടയർമെന്റ് ഫണ്ട്സിലൊക്കെ നമ്മുടെ PF ഒക്കെ നമ്മൾ കണ്ടു. അവിടെ ഇരുകൂട്ടരുടെയും കോൺട്രിബ്യൂഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ആരൊക്കെയാണ് കോൺട്രിബ്യൂഷൻ വേണമെന്ന് പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഈ PF-ലൊക്കെ എന്താണ് ആരൊക്കെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്? റിട്ടയർമെന്റ് ഫണ്ട്സില് നമ്മള് PF ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു ഇരുകൂട്ടരുടെയും കോൺട്രിബ്യൂഷൻ അവിടെ വേണം എന്നൊക്കെ പറഞ്ഞു. സംഭാവനകൾ അല്ലെ. ആരൊക്കെ കോൺട്രിബ്യൂഷനാണ് അവിടെ ഡിസ്കസ് ചെയ്തത്? അതോയോ ഇരുകൂട്ടർക്ക് നിശ്ചിത പോർഷനിലുള്ള കോൺട്രിബ്യൂഷൻ വേണം എന്നൊക്കെ പറഞ്ഞു നമ്മള്. ഒരു നിശ്ചിത ശതമാനം എംപ്ലോയറുടെയും അതേമാതിരി തന്നെ ഒരു നിശ്ചിത ശതമാനം എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ അവിടെ മസ്റ്റ് ആയിട്ട് വേണമെന്ന് നമ്മൾ നിർദ്ദേശിച്ചു. നോക്കണല്ലോ. ആരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ആണ് മറന്നു പോവോ ഇനി? എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും അല്ലെ. എംപ്ലോയിയുടെയും നിശ്ചിത കോൺട്രിബ്യൂഷൻസ് അവിടെ മസ്റ്റ് ആയിട്ടും വേണം. അങ്ങനെ ഒരു നിശ്ചിത ശതമാനത്തോടെ തന്നെ കോൺട്രിബ്യൂഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മസ്റ്റ് ആയിട്ട് അല്ലെ ആക്ടിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ അത് മസ്റ്റ് ആയിട്ട് ഇത്രയും അംഗങ്ങളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അല്ലെ അത്രയും അംഗങ്ങളിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഏതൊരു സ്ഥാപനത്തിലും പ്രൊവിഡന്റ് ഫണ്ടൊക്കെ മസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതൊക്കെ അത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ കൂടി അവർ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത്രയും അംഗങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, നിയമപരമായിട്ടുള്ള വസ്തുതയാണ്, ഇങ്ങനെ PF ഒക്കെ ഞങ്ങൾക്ക് ലഭ്യമാകേണ്ടത് മസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അവർ ബാർഗെയിൻ ചെയ്യില്ലേ? ചില സ്ഥാപനങ്ങളിലൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇല്ലാന്നായിരിക്കും പറയുന്നത് അല്ലെ. ആയിരിക്കാമല്ലോ, അങ്ങനെയുമുണ്ട്. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിലൊക്കെ എംപ്ലോയർ അങ്ങനെ ശബ്ദിക്കാനുള്ള അവസരം കൊടുത്തൊന്നും വരില്ല. പക്ഷെ മിക്കവാറും ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ ഇതുകൾ ഉണ്ടെങ്കിൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അവിടെ പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷനോടെ സബ്മിറ്റ് ചെയ്ത് എന്താണ് അവിടെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം അങ്ങനെ ഒരു വർക്ക് എമൗണ്ട് ഒക്കെ ലഭ്യമാകേണ്ടതാണ്.
ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ വിത്ത് പെറ്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അതേമാതിരി തന്നെ എന്താണ് അവർക്ക് അല്ലെ, അവരുടെ പലതരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവർക്ക് ഡെയിലി ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ കൂടി റീപ്ലേസ്മെന്റ് നടത്തിക്കൊണ്ട് നമുക്ക് ചെലവാനുകൂല്യം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികളൊക്കെ ഉണ്ട്. ESIയുടെ രീതിയിൽ തന്നെ അവർക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബാർഗെയിനിങ് നടത്തിക്കൊണ്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ എംപ്ലോയീസ് നേടിയെടുക്കുന്നതാണ്. ടു ഗീവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയി, ഈ കളക്റ്റീവ് ബാർഗെയിനിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നപ്പോൾ ടു ഗീവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയി, എംപ്ലോയീസിന് അതിന് അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് ഭയങ്കര വലിയ തിരക്കില്ല, കാരണം നമ്മുടെ പോർഷൻസ് ഏതാണ്ട് കവർ ചെയ്യാറായി. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? അടുത്തൊരു ഭാഗത്തേക്ക് പോവാലോ. നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. അപ്പൊ നമ്മള് കളക്റ്റീവ് ബാർഗെയിനിന്റെ ലക്ഷ്യം ഏതാന്നൊക്കെ ഉള്ളത് കണ്ടു. ഇനി ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ എന്താണ്, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് പ്രധാനമായിട്ട് കളക്റ്റീവ് ബാർഗെയിനിങ്ങിലുള്ളത് അല്ലെ, എന്തൊക്കെ പ്രാധാന്യമാണുള്ളത്. അപ്പൊ ഈ പല കൂട്ടർക്കും ഇത് കൊണ്ട് ഗുണമുണ്ട്. ആർക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് ഗുണമുണ്ടാവുക? ആർക്കൊക്കെ ആയിരിക്കും? എംപ്ലോയർക്ക് ഗുണമുണ്ടാവോ? എംപ്ലോയിക്ക് ഗുണമുണ്ടാവോ? സൊസൈറ്റിക്ക് ഗുണമുണ്ടാവോ? അതാണ് എംപ്ലോയിക്ക് ഗുണമുണ്ട്. വേറെ പിന്നെ ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്ന എംപ്ലോയിക്കായിരിക്കും അല്ലെ. പിന്നെ ആരാണ്? എംപ്ലോയർ ഉണ്ടോ? എംപ്ലോയർക്ക് ഉണ്ടാവോ ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യം? നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞോളൂ, നല്ല സജഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അല്ലെ. എംപ്ലോയർക്ക് ഗുണമുണ്ട്, അതേമാതിരി തന്നെ സൊസൈറ്റിക്കും ഉണ്ട്. ഓക്കെ, അതേമാതിരി തന്നെ സൊസൈറ്റിക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തിക്കൊണ്ടുവരും. ഓക്കെ, എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം സൊസൈറ്റിയാണ്. കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് ഇമ്പോർട്ടന്റ് ടു സൊസൈറ്റി ഇൻ ദ പോയിന്റ്. സൊസൈറ്റിയില് എന്തൊക്കെ രീതിയിലാണ് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഗുണം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കളക്റ്റീവ് ബാർഗെയിനിങ് helps in dividing the benefits derived from industry equally among all the stakeholders, which include the employees, the union, the management, the customers, the suppliers, and the public. Okay, നമുക്കറിയാം ഇത് പ്രധാനമായിട്ടും 3 കൂട്ടർക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ മറ്റു പലർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് നേരത്തെ പറഞ്ഞ മാതിരി എംപ്ലോയീസിന് ഗുണമുണ്ട്, നമ്മൾ പറഞ്ഞ എംപ്ലോയർക്ക് ഗുണമുണ്ട്. ഒപ്പം തന്നെ യൂണിയൻ ഇതിൽ എന്തെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള യൂണിയനും അതിന്റെ ഗുണമുണ്ട് അല്ലെ. ചില യൂണിയനൊക്കെ ചില കമ്പനികളിൽ ഇത്തരത്തിലുള്ള ബാർഗെയിൻ ചെയ്ത് അല്ലെ, അവര് ചിലപ്പോ ആ സ്ഥാനപ്പേര് അല്ലെങ്കിൽ ആ സ്ഥാനം നേടിയെടുത്തത് തന്നെ ചിലപ്പോ ഇങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു നേട്ടത്തിന്റെ പേരിലായിരിക്കും അല്ലെ. ചില യൂണിയനൊക്കെ പ്രശസ്തി നേടിയതിൽ തന്നെ ചിലപ്പോ ആണെങ്കിൽ ഇത്തരത്തില് കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്ത് അവര് തൊഴിലാളികൾക്ക് കുറെ കാര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. മാനേജ്മെന്റിന് നമുക്കറിയാം
മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് എംപ്ലോയറുടെയും എംപ്ലോയറുടെയും ഈ പറഞ്ഞ യൂണിയന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നാ എംപ്ലോയറിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലമാണ് മാനേജ്മെന്റ് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രിയുടെയും ഏതൊരു ഓർഗനൈസേഷന്റെയും മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു എംപ്ലോയറുടെ തൊഴിലുടമയുടെ തൊഴിൽ ഉദ്യോഗസ്ഥരുടെ ഉടമസ്ഥരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിങ് ആണ് അല്ലെ മാനേജ്മെന്റ്. എങ്ങനെയല്ലേ മാനേജ്മെന്റ് അവരുടെ എംപ്ലോയിക്ക് ആയിരിക്കോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, യൂണിയൻ ആയിരിക്കോ അല്ലെങ്കിൽ തൊഴിലുടമകൾക്കായിരിക്കും? മാനേജ്മെന്റ് ആർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ആർക്കായിരിക്കും? ആർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ഏതൊരു ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഉടമസ്ഥർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക അല്ലെ. അപ്പൊ ഈ ബാർഗെയിനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. കാരണം ബാർഗെയിനിങ് ചെയ്യുമ്പോൾ തൊഴിലുടമസ്ഥരുടെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങള് അവര് അല്ലെ സജഷൻസ് ഈ പറഞ്ഞ എംപ്ലോയിയുടെ സജഷൻസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി നേരിട്ട് എംപ്ലോയറുടെ തമ്മില് ഒരു തർക്കങ്ങൾ ഉണ്ടാകാതെ ഒരു നിലയ്ക്ക് നിന്ന് അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടായിരിക്കും കൂടുതലായിട്ട് മാനേജ്മെന്റ് ശ്രമിക്കുക അല്ലെ. അപ്പൊ അവർക്കും ഈ ബാർഗെയിനിങ് കൊണ്ട് വളരെയധികം ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ ഉത്പാദകത്തിലാണെങ്കിൽ നമുക്കറിയാം വാങ്ങാൻ വരുന്ന പർച്ചേസർ ആയിരിക്കും കസ്റ്റമർ. അതല്ലെങ്കിൽ അതേമാതിരി തന്നെ സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും സർവീസ് നേടിയെടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് അതും അവര് ഉപഭോക്താക്കൾ അല്ലെ. അവർക്കും ഈ പറഞ്ഞ മാതിരി നേട്ടമുണ്ട്. കാരണം സംതൃപ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ തൊഴിലാളികൾക്ക് നല്ല കൃത്യമായിട്ടുള്ള ഒരു കൂലിയൊക്കെ അവർക്ക് കൊടുക്കുകയാണ് അല്ലെ. അവരുടെ നഴ്സുമാർക്കൊക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് നല്ല ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതിന്റെ അനുസരിച്ചിട്ടൊക്കെ നല്ല കൂലിയൊക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവര് നല്ല രീതിയിലായിരിക്കും അവിടുത്തെ പേഷ്യൻസിനൊക്കെ പരിചരിക്കുക അല്ലേ. ആണോ? അതിന് ഗുണം ഉണ്ടാവില്ലേ, നേട്ടം ഉണ്ടാവില്ലേ? ആയിരിക്കില്ലേ? ഓക്കെ. അതേസമയം അവരെ സ്ട്രെസ്സോട് കൂടിയിട്ട് ഇവര് പറയുന്ന ഈ ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കാനായിട്ടൊന്നും താല്പര്യം കാണിക്കാതെ അവർക്ക് ഒരു ബാർഗെയിൻ ചെയ്യാനായിട്ട് ഒരു അവസരമൊന്നും കൊടുക്കാതെ തന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും? കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഈ പറഞ്ഞ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അവരെന്ത് ചെയ്യും? അത്ര വളരെ സോഫ്റ്റ് രീതിയിലൊന്നായിരിക്കില്ല അവരെയൊക്കെ കൈകാര്യം ചെയ്ത് അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ച് അവര് അല്ലെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതേസമയം ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയുള്ള ഒരു ഡ്യൂട്ടി ആവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള നേട്ടം കസ്റ്റമേഴ്സിനും ലഭ്യമാകും അല്ലെ. അപ്പൊ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് സാറ്റിസ്ഫൈഡ് ആവും. തീർച്ചയായിട്ടും അതിന്റെ പരിണത ഫലമായിട്ടും കസ്റ്റമേഴ്സിനും അതിന്റെ ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ സപ്ലയേഴ്സ് ആൻഡ് ദ പബ്ലിക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിൽ ഒരുമാതിരി അല്ലെ ഒരു എന്താ പറയുക ചീത്ത പ്രൊഡക്റ്റ് ഒക്കെ കമ്പോളത്തിൽ കൊണ്ടുവരുമ്പോൾ കസ്റ്റമേഴ്സിന്റെ നിന്നുള്ള പഴി മുഴുവൻ എന്താണ് എന്താണ് വിൽപ്പനക്കാർക്കായിരിക്കും അല്ലെ, സപ്ലയേഴ്സിനായിരിക്കും അവർ കേൾക്കുന്നത്. സാധനം ഉണ്ടാക്കിയ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കായിരിക്കില്ല എന്താണ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കും മുഴുവൻ ചീത്തപ്പേരൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അവരെന്താണ് അവര് അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടണമെങ്കിൽ എന്താണ് ഈ പറഞ്ഞ മാതിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ ആയിരിക്കണം ലഭ്യമാകേണ്ടത്. അപ്പൊ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പരിണത ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രൊഡക്ഷനിൽ തന്നെ എന്താണ് ഒരു ഫിനിഷിംഗ് ടച്ച് ഉണ്ടാവും. അല്ലെങ്കിൽ അവരുടെ സർവീസിൽ തന്നെ എന്താണ് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു സേവനത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ശരിയല്ലേ? അപ്പൊ നമ്മള് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അല്ലെ തീർച്ചയായിട്ടും എന്താണ് അപ്പൊ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങളുണ്ട്. അപ്പൊ നല്ല രീതിയിൽ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്ന ഒരു ഇതാണ് എങ്കിലും അതിന്റെ പരിണിത ഫലങ്ങൾ കസ്റ്റമേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ സപ്ലയേഴ്സിനാണെങ്കിലും അതല്ലെങ്കിൽ മാനേജ്മെന്റിലാണെങ്കിലും ഇൻ കേസ് യൂണിയനുകൾക്കാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും എംപ്ലോയർക്കാണെങ്കിലും എല്ലാവർക്കും എന്താണ് അതേപോലെ തന്നെ പബ്ലിക് ജനങ്ങൾക്കും അത് എല്ലാവർക്കും അല്ലെ എല്ലാവർക്കും തന്നെ തുല്യമായിട്ട് തന്നെ നല്ല ഗുണങ്ങള് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് ഉദ്ദേശിച്ചേക്കണെന്ന് മനസ്സിലായില്ലേ? കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ എന്തായിരിക്കും ഇവർക്കൊക്കെ ഗുണമുണ്ടാവുക എന്നുള്ള കാര്യം ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ
അപ്പോ നമ്മള് മെയിൻ ആയിട്ട് കണ്ട എന്താണ് ഈ പറഞ്ഞ എംപ്ലോയറുടെ ഗുണങ്ങളോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് regulations based on the civil rights followed within the industry. അതായത് നമുക്ക് അറിയാം അല്ലെ ഒരു ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ലോ എന്ന് പറയുന്നത് എന്താണ്, അതായത് വ്യാവസായിക നിയമങ്ങൾ അതിന്റെ റെഗുലേഷൻസ് ബേസ്ഡ് ഓൺ സിവിൽ റൈറ്റ്സ് ഫോളോഡ് വിത്ത് ദ ഇൻഡസ്ട്രീസ് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു കുറെ കളക്റ്റീവ് ബാർഗെയിനിങ്ങുകളൊക്കെ വരുമ്പോഴാണ് അല്ലെ അവര് തൊഴിലാളികൾ നേടിയെടുക്കുന്നത് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഇന്നതാണെന്ന് അവര് മനസ്സിലാക്കാനായിട്ടും അതനുസരിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ ലോസ് അല്ലെ നമുക്കറിയാം നിയമങ്ങള് ചട്ടക്കൂടുകളൊക്കെ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും ഇത്ര സമയം പണിയെടുപ്പിക്കാവൂ, ഇത്രയും കൂലി അവർക്ക് മിനിമം കൂലി ഇത്രയും കൊടുക്കണം, ഇന്ന സ്ഥാപനങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ള സ്ഥാപനങ്ങളിൽ ഇതിന്റെ PF ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കണം. അങ്ങനെയൊക്കെയുള്ള നിയമ ചട്ടക്കൂടുകൾ എങ്ങനെ വന്നതായിരിക്കാം ഇങ്ങനെയുള്ള കളക്റ്റീവ് ബാർഗെയിനിൽ നിന്ന് അല്ലെ ഉടലെടുത്ത് വന്നതായിരിക്കാം അല്ലേ. നിയമ ചട്ടക്കൂടുകൾ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നത് എന്താണ്, ആദ്യം ഇങ്ങനെ തൊഴിലാളികളിൽ നിന്ന് സമരങ്ങൾ ചെയ്ത് അല്ലെ അവര് ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ നിന്ന് ലോക്കൗട്ടും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് നേടിയെടുത്ത കുറെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നിയമങ്ങളായിട്ട് വന്നത് അല്ലെ. ഓരോ ഇന്ത്യൻ കമ്പനി ഇത്രയും അംഗങ്ങളുള്ള കമ്പനികളുടെ ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സൗകര്യങ്ങൾ ഉണ്ടാവണം, കാൻഡിഡേറ്റ് സർവീസിൽ 250 കൂടുതൽ മെമ്പേഴ്സ് ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മൾ കണ്ടായിരുന്നു എന്താണ് കാൻഡിഡേറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നൽകുന്നത് എന്താണ്, അവിടെ ആ ഒരു രൂപകൽപ്പന വരുന്നത് ഇങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്ത് നടപ്പാക്കി കൊണ്ടുപോകുമ്പോഴാണ്. എന്താണ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ, ഒരു ഘടന ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലെ ഓഫ് ഇൻഡസ്ട്രിയൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ബേസ്ഡ് ഓൺ സിവിൽ റൈറ്റ്സ് ഫോളോഡ് വിത്ത് ദ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇങ്ങനെ വ്യവസായികളുടെ ഒരു റൈറ്റ്സ് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളൊക്കെ സ്ട്രക്ചർ ചെയ്യാൻ അല്ലെ ഘടന ചെയ്യാനായിട്ട് ഫോർമാറ്റ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് ഹെൽപ്പ് സഹായകമാണ്. ഇറ്റ് ഓൾസോ മേക്ക് ഷുവർ റാൻഡം ഡിസിഷൻസ് ആർ അവോയ്ഡഡ് ആൻഡ് റൂൾസ് ആർ ഫോളോഡ്. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഇങ്ങനെ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് എംപ്ലോയറെ കൊണ്ട് സമ്മതിപ്പിച്ചെന്ന് വരില്ല. വരുമോ? എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചെന്ന് വരുമോ? ഇല്ല അല്ലെ. ചിലതൊക്കെ എന്താണ് ആവശ്യമില്ലാതൊക്കെ ക്രമരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് അവരൊക്കെ അത് ഒഴിവാക്കും അല്ലെ. അതാണ് പറയുന്നത് ഇറ്റ് ഓൾസോ മേക്ക് ഷുവർ റാൻഡം ഡിസിഷൻസ് ആർ അവോയ്ഡഡ് ആൻഡ് റൂൾസ് ആർ ഫോളോഡ്. അവിടെ റാൻഡം ഡിസിഷൻസ് ഒക്കെ അല്ലെ ക്രമരഹിതമായിട്ടുള്ള എന്തൊക്കെയാണ് പൊട്ട തീരുമാനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നല്ല നിയമങ്ങള് പാലിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ ഒരു ഘടന രൂപകൽപ്പന ചെയ്യാനായിട്ട് സാധിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഒരു ഘടന ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ ചീത്ത എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാടെ അവഗണിച്ച് കളയാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ നിയമങ്ങളെ ഫോളോ ചെയ്യാനൊക്കെ ആയിട്ടും ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കേണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. helps in establishing industrial peace in the country. ഓക്കെ, നമുക്കറിയാം ചിലപ്പോഴൊക്കെ മിക്ക രാജ്യങ്ങളൊക്കെ വ്യവസായ തർക്കങ്ങളൊക്കെ രൂക്ഷമാണ് അല്ലെ. വ്യവസായ തർക്കങ്ങളൊക്കെ രൂക്ഷമാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടുത്തെ നിയമങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെയുള്ള തൊഴിലാളികൾക്ക് ആ നിയമങ്ങള് പാലിക്കാൻ പറ്റണമെന്നില്ല അല്ലെ. വ്യവസായ സ്ഥാപനങ്ങളൊക്കെ മിക്കതും അടച്ചു കൂട്ടേണ്ടി വരുന്നു. അവർക്ക് മതിയായ രീതിയിലുള്ള ഫ്രിഡ്ജ് ബെനിഫിറ്റ്സുകളൊന്നും ലഭ്യമാകുന്നില്ല എങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ നല്ലൊരു സ്ട്രക്ചർ നല്ലൊരു ഘടനയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ പറഞ്ഞ മാത്രമേ കളക്റ്റീവ് ബാർഗെയിനിങ് എടുത്ത് അല്ലെ നേരിട്ട് അവരുടേതായിട്ടുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇൻഡസ്ട്രിയൽ സമാധാനത്തോടു കൂടി ഇൻഡസ്ട്രിയൽ വ്യവസായങ്ങളൊക്കെ സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ രാജ്യത്തെ എന്താണ് സമാധാനത്തോടുകൂടിയ വ്യവസായ സ്ഥാപനങ്ങളെ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് നമ്മൾ പറഞ്ഞ് നല്ല നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ബാർഗെയിനിങ് ഒന്നും അവസരമില്ലാത്ത കൺട്രികളൊക്കെ ആണെങ്കിൽ അല്ലെ വ്യവസായ സ്ഥാപനങ്ങളിലുള്ള കൺട്രികളിലാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ
എന്താണ് ഇത്തരത്തിലുള്ള സമാധാനം വ്യവസായ സമാധാനങ്ങളൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. കേളേ ഇതിന് അടുത്തൊരു പോയിന്റ് നോക്കാം. ഇറ്റ് ലീഡ്സ് ടു ആൻ amicable industrial environment which removes the problems in the path of a nation's economic and social development. It leads to an amicable industrial environment. എന്താണ് amicable industrial development എന്ന് പറയുന്നത്? environment എന്ന് പറയുന്നത് സൗഹൃദമായിട്ടുള്ള വ്യവസായ അന്തരീക്ഷം. അതാണ് amicable industrial environment. അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പീസ് ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു സൗഹൃദമുണ്ട് അല്ലെ. അവിടെ നമ്മള് ഈ ഒരു നെഗോഷിയേഷൻ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരുടെയൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസില് ചർച്ചയിലൂടെ കണ്ടെത്താനൊക്കെ ആയിട്ടുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് എന്താണ് അവിടെ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു ചുറ്റുപാട് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നു. Then which removes the problems in the path of a nation's economic and social development. അങ്ങനെ വരുമ്പോൾ എന്താ പ്രത്യേകത? നമുക്കറിയാം സമൂഹത്തില് അല്ലെങ്കിൽ എന്താണ് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും കൂടി അത് സഹായകമാണ് അല്ലെ. അതേമാതിരി തന്നെ എന്താണ് പ്രോബ്ലംസ് ഓഫ് ദ പാത്ത് ഇൻ കേസ് നാഷണൽ ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയോ അല്ലെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു അവസരമില്ലായ്മയൊക്കെ ഉണ്ടാവുന്നില്ല. അതൊക്കെ റിമൂവ് ചെയ്യുന്നു, അതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താണ് പരസ്പരം നല്ലൊരു ബന്ധത്തോട് കൂടിയിട്ടാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് ഇത്തരത്തില് അൺകണ്ടീഷൻ അല്ലെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല സജഷൻസ് ഒക്കെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ എന്താണ് എക്കോണമിയിലെ നല്ലൊരു സോഷ്യൽ ഡെവലപ്മെന്റ് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അല്ലെ സാമ്പത്തികമായിട്ടും അത് വികസിതമായിട്ട് തന്നെ മുന്നേറാനായിട്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ എൻവയറൺമെന്റിൽ അമിക്കബിൾ തന്നെ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെയാണോ? നിങ്ങൾ ഇതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കാം അല്ലെ പലതരത്തിലുള്ള വ്യക്തികൾക്കും ഇതിന് ആനുകൂല്യങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാ ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇപ്പൊ മെയിൻ ഇതിൽ വരുമ്പോഴേ അല്ലെ ഒരു സൊസൈറ്റിക്ക് എംപ്ലോയീസിനെ എംപ്ലോയറിന് മാത്രമല്ല അതിന്റെ ഫേവറബിൾ ആയിട്ടുള്ള ഗുണങ്ങൾ വരിക. അതേമാതിരി തന്നെ എംപ്ലോയീസിന്റെ യൂണിയന്റെ മാനേജ്മെന്റിന്റെ കസ്റ്റമേഴ്സിനൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതുമാതിരി തന്നെ എന്താണ് സോഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റും ഇതുകൊണ്ട് സാധിക്കുന്നു. അതായത് സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അല്ലെ. നല്ല ഇൻഡസ്ട്രിയില് നല്ല സൗഹൃദത്തോടു കൂടിയൊക്കെ വരുമ്പോഴെന്താണ് അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ നന്നായിട്ട് വേണമെങ്കിൽ എക്സ്പോർട്ട് ഒക്കെ ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് പ്രൊഡക്ഷനൊക്കെ അല്ലെ ഡെവലപ്പ് ചെയ്ത് പിരിക്കുകയാണെങ്കിൽ എന്താണ് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. നമ്മുടെ സാമ്പത്തിക വളർച്ച ഡെവലപ്പ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷെ സമാധാനം ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് എപ്പോഴും മീറ്റിങ്ങുകളാണ്, എപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുമോ? ഇല്ല അല്ലെ. പ്രൊഡക്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ എപ്പോഴും സമാധാനത്തോടുകൂടി പോകണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യണം അല്ലെ. എപ്പോഴും ഇറക്കുമതി ചെയ്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതായിട്ട് വരും. അതേസമയം നല്ല സൗഹൃദത്തോടും കൂടിയിട്ട് ബാർഗൈനൊക്കെ ചെയ്ത് അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ നല്ല സേവനങ്ങളൊക്കെ മറ്റുള്ള കൺട്രികളിലേക്കൊക്കെ ലഭ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It also give a procedure to regulate the employment condition of employees. Okay. അപ്പൊ ഇവിടെ എന്താണ് എന്തെങ്കിലും തൊഴിൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ തൊഴിൽ നിയന്ത്രണങ്ങൾക്കൊക്കെ എന്താണ് പറയുന്നത് ഓൾസോ gives a procedure to regulate the employment condition of employees. അപ്പൊ എന്തെങ്കിലും തൊഴിൽ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെട്ടത് ഇപ്പൊ നമ്മളിപ്പോ എന്താണ് പഞ്ചിങ് മെഷീനൊക്കെ കൊണ്ടുവരുന്നത് അല്ലെ. എന്താണ് പഞ്ചിങ് മെഷീനൊക്കെ കൊണ്ടുവരുന്നത് നമുക്കറിയാം തൊഴിലാളികൾ കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാനായിട്ട് അവരുടെ വർക്കുകൾ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ. അപ്പൊ എന്താണ് പുതിയ പുതിയ നടപടിക്രമങ്ങൾ കൊണ്ടുവരുമ്പോഴെന്താ പ്രത്യേകത അവിടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ മാതിരി കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി എപ്പോഴും തൊഴിലുടമയുടെ വിലപേശിക്കൊണ്ട് പോകുന്ന കാര്യം മാത്രമല്ല. അപ്പൊ തൊഴിലുടമയും കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു അല്ലെ. തൊഴിലാളിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ തൊഴിലുടമയും ചില കാര്യങ്ങൾ നിർദ്ദേശിക്കും അല്ലെ. നിങ്ങൾ പങ്ക്ച്വാലിറ്റി കാണിക്കുക, നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് തന്നെ സമയത്തിനെത്താനായിട്ട് നമ്മളിങ്ങനെ പഞ്ചിങ് മെഷീനൊക്കെ സ്ഥാപിക്കുന്നുണ്ട്.
കാരണം അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് അപ്പൊ തൊഴിലാളികളും തയ്യാറാകും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇവര് ബാർഗെയിൻ ചെയ്യുകയൊക്കെ ഇത്ര സമയം നമ്മൾ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ആവശ്യമാണ്, ഇനി ഇൻ കേസ് ഓവർ ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കൂടി നമുക്ക് ആവശ്യമാണ് എന്നൊക്കെ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ഗിവ്സ് എ പ്രൊസീജിയർ ടു റെഗുലേറ്റ് ദ എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പൊ അവിടെയുള്ള തൊഴിലാളികളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ബാർഗെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ടും അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തോടു കൂടിയിട്ട് വ്യവസായ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെയാണോ? കാര്യം 3-4 പോയിന്റ് ഉള്ളതെങ്കിലും അതില് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ാണോ? അടുത്ത പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണോ? ഓക്കെ, അടുത്ത പോയിന്റ് ജസ്റ്റ് നോക്കാം. എംപ്ലോയീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് വലിയ പ്രശ്നമില്ല. ഇവിടെയുള്ളൂ. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് കുറച്ച് ഭാഗങ്ങളെ കവർ ചെയ്തിട്ടുള്ളൂ, പക്ഷെ കുറച്ച് കൂടുതൽ പറയാനുണ്ടായിരുന്നു. മാം, പറഞ്ഞോ. മാം ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ് അർത്ഥം? സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് ശരിക്കും ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഉള്ള രീതി തന്നെയാണ് അതില്. പക്ഷെ ഇതില് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിക്കാമോ നമുക്കതിന്? എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണം നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിൽ പങ്കാളിയാവുന്നതിന്റെ കൊണ്ട് തന്നെ. പൊതുവെ സാധാരണ എംപ്ലോയർ എംപ്ലോയി എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ തന്നെ അതില് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അതില് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. യൂണിയൻ വരുന്നുണ്ട്, കസ്റ്റമർ ആയിട്ട് വരുന്നുണ്ട്, സപ്ലയർ മാർക്കറ്റ് നോക്കുമ്പോൾ മാർക്കറ്റില് സപ്ലയേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു നെഗോഷിയേഷൻ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ചില വ്യാപാര തർക്കങ്ങളൊക്കെ അവര് അല്ലേ ചിലപ്പോ മാർക്കറ്റിൽ തന്നെ വ്യാപാര സംഘടനകളൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഉത്പാദനമൊക്കെ നല്ലതല്ല എന്നൊക്കെ പറയിച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഈ എല്ലാ കൂട്ടർക്കും ഇതുകൊണ്ട് ഒരു വലിയ വ്യവസായ സംരംഭത്തിന് ഈ ബാർഗെയിനിങ് കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ മാം. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.